പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ നിയമം ആരോഗ്യരംഗത്ത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. താഴ്ന്ന വരുമാനമുള്ള വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ആരോഗ്യ പരിരക്ഷ നൽകുന്ന മെഡിക്കെയ്ഡ് പദ്ധതിക്കും മറ്റ് ഇൻഷുറൻസ് പദ്ധതികൾക്കും നിയന്ത്രണങ്ങൾ വരുമെന്നാണ് റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നത്. പുതിയ നിയമം ന്യൂയോർക്കിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്ന് ദ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. സംസ്ഥാനത്തെ ഏകദേശം 10 ലക്ഷം ആളുകൾക്ക് ഇതിന് ദോഷമുണ്ടാകുമെന്നാണ് വിദഗ്ധരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ട്. വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ നിയമത്തെ തുടർന്ന് മെഡിക്കെയ്ഡ് വഴിയുള്ള ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ മുൻ പ്രസിഡന്റ് ബരാക് ഒബാമയുടെ കാലത്ത് നടപ്പാക്കിയ അഫോർഡബിൾ കെയർ ആക്ട് വഴി ന്യൂയോർക്കിന് കിട്ടുന്ന പണവും കുറയ്ക്കും. ന്യൂയോർക്കിൽ 2 വർഷത്തിനുള്ളിൽ ഏകദേശം 2 ലക്ഷം ആളുകൾക്ക് ഇൻഷുറൻസ് ഇല്ലാതായേക്കാമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ക്രമേണ ഏകദേശം 15 ലക്ഷം ആളുകൾക്ക് ഇൻഷുറൻസ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് സംസ്ഥാനത്തെ ജനസംഖ്യയുടെ 7.5%. പുതിയ നിയമം കാരണം ന്യൂയോർക്കിന് പ്രതിവർഷം $10 ബില്യൺ നഷ്ടം വരുമെന്നും കുറഞ്ഞ വരുമാനമുള്ളവരുടെ ആരോഗ്യ ഇൻഷുറൻസിനുള്ള പണം കുറയുമെന്നും റിപ്പോർട്ടിലുണ്ട്. ആശുപത്രികൾക്ക് വരുമാനം കുറയുന്ന സാഹചര്യമുണ്ടായാൽ ചികിത്സാ ചെലവ് വർദ്ധിക്കാമെന്നും ചില ആശുപത്രികൾ അടച്ചുപൂട്ടിയേക്കാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം പുതിയ നിയമം യുഎസിലെ റൂറൽ ആശുപത്രികൾക്കും പ്രതിസന്ധി സൃഷ്ടിച്ചേക്കാമെന്ന റിപ്പോർട്ടുകളുണ്ട്. മെഡിക്കെയ്ഡിനും അഫോർഡബിൾ കെയർ ആക്ടിനുമുള്ള വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതാണ് കാരണം. മെഡിക്കെയ്ഡ് ഫണ്ട് ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന ഏകദേശം 300-ലധികം റൂറൽ ആശുപത്രികൾ അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ്. മെഡിക്കെയ്ഡിലെയും അഫോർഡബിൾ കെയർ ആക്ടിലെയും മാറ്റങ്ങൾ കാരണം ഏകദേശം 17 ദശലക്ഷം ആളുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നഷ്ടപ്പെട്ടേക്കാമെന്നാണ് റിപ്പോർട്ട്. മെഡിക്കെയ്ഡിന് ഏകദേശം $1 ട്രില്യൺ വെട്ടിക്കുറയ്ക്കാനാണ് ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നത്. മെഡിക്കെയ്ഡിൻ്റെ കാലാവധി 12 മാസത്തിൽ നിന്ന് 6 മാസമായി കുറയ്ക്കും. ഇത് കൂടുതൽ ആളുകൾക്ക് സഹായം കിട്ടാതിരിക്കാൻ കാരണമാകും. കോ പേയ്മെൻറ്റുകൾ $35 വരെ കൂട്ടാനും മുൻകൂട്ടിയുള്ള പരിരക്ഷ 3 മാസത്തിൽ നിന്ന് 1 മാസമായി കുറയ്ക്കാനും നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഏകദേശം 7.8 ദശലക്ഷം ആളുകൾക്ക് 2034 മെഡിക്കെയ്ഡ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഓരോ വർഷവും ഇൻഷുറൻസ് പുതുക്കുന്നതിനുള്ള അധിക പേപ്പർ വർക്കുകൾ, ആരോഗ്യ പദ്ധതികൾക്കായി പണം നൽകാൻ ആളുകളെ സഹായിക്കുന്ന ഗവൺമെൻറ് സബ്സിഡികൾ ഈ വർഷം അവസാനത്തോടെ ഇല്ലാതാകും. സബ്സിഡികൾ നീട്ടിയില്ലെങ്കിൽ 2026 ഏകദേശം 4 ദശലക്ഷം ആളുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നഷ്ടപ്പെടുമെന്ന് കോൺഗ്രഷണൽ ബജറ്റ് ഓഫീസ് കണക്കാക്കുന്നു. റൂറൽ ആശുപത്രികൾക്ക് മെഡിക്കെയ്ഡിൽ വരുത്തുന്ന മാറ്റങ്ങൾ വലിയ ഭീഷണിയാണെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. റൂറൽ മേഖലയിലെ ആരോഗ്യ സംരക്ഷണത്തിന് $50 ബില്യൺ മാറ്റിവെക്കുന്നുണ്ടെങ്കിലും ഇത് മെഡിക്കെയ്ഡ് വെട്ടിക്കുറച്ചതിലൂടെ ഉണ്ടാകുന്ന നഷ്ടം നികത്താൻ മതിയാവില്ലെന്നാണ് വിദഗ്ധരുടെ പക്ഷം. മെഡിക്കെയ്ഡിനായുള്ള കർശനമായ യോഗ്യതാ മാനദണ്ഡങ്ങൾ ഗ്രാമീണ ആശുപത്രികളുടെ സാമ്പത്തിക സ്ഥിതിയെ ബാധിച്ചേക്കാമെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.